ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? ഇന്ന് രാവിലെ തന്നെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. എന്തായാലും രാവിലെ തന്നെ അങ്ങോട്ട് ഒരു ചെറിയൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ടോക്കൺ എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളെ അടുത്ത് അച്ഛൻ അയക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ചില കുർബാന ചെല്ലുന്ന വീഡിയോ ഒക്കെ എടുത്ത് അയക്കുകയാണ്. എന്നാലും അതൊക്കെ കുഞ്ഞുനാളിലെ ഒരു ആഗ്രഹമാണ് കേട്ടോ. ഭാവിയിലേക്കുള്ള അവരുടെ ആ ദൈവഭക്തിയും ദൈവസ്നേഹവും എല്ലാം അവർ പ്രകടിപ്പിക്കുകയാണല്ലോ. എന്തായാലും പാരൻസൊക്കെ അതൊക്കെ അയക്കാനൊരു സന്തോഷം കാണിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു കരം. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തൊക്കെ ഓർക്കാം. എല്ലാം സുഖമായിരിക്കുന്നു കേട്ടോ. പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി. പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നന്മറിഞ്ഞറിയും ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ പറ, ഇന്നെന്ത് ദിവസമാണ്? വ്യാഴാഴ്ച. ഇന്ന് എളിയദാസന് ഒരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ. അത് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് പറഞ്ഞേക്കാൻ. പുതിയ കുടുംബാംഗങ്ങൾ പലരുണ്ട്, സ്നേഹം കൂടുതലുള്ളവർ ഒരു കൊണ്ട ദിവസം എനിക്ക് വേണ്ടി ചെല്ലും അല്ലേ. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഗുണമാണ്. അങ്ങനെ പോകുന്നവർ എത്രയും നല്ല മാതാവ് ഡെയിലി എക്സ്ട്രാ ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ വ്യാഴാഴ്ചകൾ പൊതുവായിട്ടൊരു നന്മറിഞ്ഞു പറയുന്നുണ്ട്. അപ്പോൾ ആ നന്മറിഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പല നിയമങ്ങൾ മനസ്സിൽ വെക്കാണ്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മർക്കോസ് വിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഗോസ്പൽ സെന്റ് മാത്യു ചാപ്റ്റർ 6:46. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നിനി പോട്ടെ, സാരമില്ല എന്ന് വിചാരിക്കരുത്. ഇന്നിനി പോട്ടെ, സാരമില്ല എന്ന് വിചാരിക്കരുത്. മനോഹരമായ ഒരു വചനമാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ചു. നിങ്ങൾക്കത് പറയാൻ ആഗ്രഹിക്കാം. അതായത് ഈശോ ഇങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈശോയും ടയേർഡായി, ശിഷ്യന്മാരും കുറച്ച് ടയേർഡ് മാനുഷികമായി. അങ്ങനെ ടയേർഡായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, നമുക്കിനി കുറച്ച് അക്കറിക്കോ, കുറച്ച് വിശ്രമിക്കാം, ചില ഭക്ഷണം കഴിച്ച് ചില വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് പറയാം, ഭക്ഷണം കഴിക്കാൻ പോലും ഒക്കെ സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെല്ലാം എഴുന്നേറ്റ് ഈശോ ശിഷ്യന്മാരും കൂടെ പോവാം. അങ്ങനെ യാത്ര ചെയ്ത് വഞ്ചിയെ പോവാം. അപ്പോൾ ആൾക്കാരിത് കാണുകയാണ്. ആൾക്കാർ കണ്ടിട്ട് അവർക്ക് ഈശോ വേണം. അവർ പിന്നെ കരയെക്കൂടി ഓടുകയാണ്. ഈശോ വഞ്ചിയെക്കൂടി പോകുന്ന സമയത്ത് ഈശോ ആൾക്കാർ കരയെക്കൂടി ഓടും. കരയെക്കൂടി ഓടിയാണ് പുതിയ ആൾക്കാർ വരുന്നവരൊക്കെ. എന്നിട്ട് ഓടി 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 ഈശോ അവിടെ എത്തുമ്പോഴത്തേക്ക് ആൾക്കാരെ കരയെക്കൂടെ കയറി അപ്പുറത്തെത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇനി അടുത്ത രംഗം കേട്ടോ. ഈശോ പോയതെന്താ? വിശ്രമിക്കാൻ, ചില ഭക്ഷണം കഴിക്കാനൊക്കെയാണ് പോകുന്നത് കേട്ടോ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുഭവം തോന്നുന്നു. ഈശോ ശിഷ്യന്മാരെ കൂട്ടി പിന്നെ ആ സമയം മുതൽ അതുപോലെ വചനപ്രഘോഷണങ്ങൾ, രോഗശാന്തി, അതുപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യം. വൈകുന്നേരമായപ്പോൾ ഇവർക്ക്, അപ്പോൾ ഇന്നൊക്കെ ഈശോയ്ക്കും ശിഷ്യന്മാർക്ക് വിശപ്പുണ്ടെന്ന് ഓർക്കണേ. പക്ഷേ ഈ ജനങ്ങൾക്ക് വിശന്ന് പാവങ്ങൾ എത്ര ഭക്ഷണം ഉണ്ടെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഒന്നുമില്ല, 5 2 മീനും അതിൽ നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഇതെല്ലാം നടക്കുകയാണ്. അതിനുശേഷം ഈശോ ചെയ്യുന്ന ഒരു പ്രവൃത്തി നോക്കിയാൽ, ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചു. എന്നിട്ട് ചെയ്യുന്ന കാര്യം എന്നറിയാവോ? അതാണ് ആ വചനം. അതാണ് ജനക്കൂട്ടത്തെ ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. എന്നിട്ട് ആൾക്കാരോട് യാത്ര പറഞ്ഞു. അവരെല്ലാം സംതൃപ്തരായി. വചനവും കൊടുത്തു, അപ്പവും കൊടുത്തു, സംതൃപ്തരായി. എന്നിട്ട് യാത്ര പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. നമ്മളാണെങ്കിലോ അല്ലേ, ഇന്ന് രാവിലെ മുതൽ ഇത്രയും ശുശ്രൂഷയും ചെയ്ത് ഇത്രയും വിരകി വാരിയെല്ലാം നടത്തി. ഇനിയിപ്പോൾ കുടുംബപ്രാർത്ഥന സാരമില്ല, പോട്ടെ അല്ലേ. നോക്കിയേ, അതെല്ലാ തലങ്ങളിൽ, കുടുംബത്തിൽ മാത്രമല്ല കമ്മ്യൂണിറ്റികളിലെ കണ്ടിട്ടുണ്ട്. ഭയങ്കര വർക്കായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛന്മാരെ അല്ലെങ്കിൽ സിനിമാരെ എന്നാൽ പിന്നെ ഇതങ്ങ് ഒഴിവാക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു കണ്ടോ. നോക്കിയേ, ഇന്നിനി പോട്ടെ, സാരമില്ല. ഈശോയോ അപ്പോസ്തലന്മാരോ കണ്ടോ. ഇതൊന്നും നമ്മളെ ചലഞ്ച്. ഇനി രണ്ടാമത്തെ ഒരു രംഗം നിങ്ങൾ ഇത് ഇപ്പം നമ്മൾ സാധാരണ കൊണ്ടുപോകാൻ നിങ്ങൾക്കുള്ളത് നമുക്കുള്ളത് സാധനം. ഇനി ശുശ്രൂഷകർക്ക് നിങ്ങൾ എന്ത് നോക്കിയേ, ഇത് ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ അല്ലേ. അപ്പോൾ നോക്കിയാൽ ജനത്തോട് അനുഭവം, വീണ്ടും ശുശ്രൂഷ. അവിടെയാണ് അത്ഭുതങ്ങൾ നടന്നത്, അവിടെയാണ് അടയാളങ്ങൾ നടന്നത്, അവിടെയാണ് അപ്പം വർദ്ധിപ്പിക്കൽ നടന്നത്. ഇത് കഷ്ടപ്പാട് സഹിച്ച് അതുപോലെ ചെയ്യുന്നൊരു ശുശ്രൂഷയുണ്ടല്ലോ. ആ ശുശ്രൂഷയ്ക്ക് അതുപോലെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്. നീ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ശരീരം അറിയണം, നീ പ്രാർത്ഥിക്കാൻ നിന്റെ ശരീരം അറിയണം. അല്ലേ, നമുക്കിങ്ങനെ വിശന്ന് കുത്തിയിരുന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ശരീരം അറിയുകയാണ് ഹിസ് പ്രേയിങ് അല്ലേ. എന്ത് ചോദിക്കേ,
ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാരെയൊക്കെ കണ്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് അന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് അയച്ചോ, സ്പെഷ്യൽ ഷെയറിങ്ങോ അല്ലേ, ശരിക്കും പറഞ്ഞ് നിന്ന് കാല് കഴിച്ചെന്ന് ഒത്ത വേദനയുണ്ട്. ശരീരം അറിയട്ടെ അല്ലേ, ചിന്തിച്ചു നോക്കിയേ. ശ്രദ്ധിച്ചല്ലോ, ഇപ്പോൾ ടോക്ക് പോലെയാവും, ഞാൻ പിടിച്ചു നിർത്താണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇന്നിനി പോട്ടെ, സാരമില്ല എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് വെച്ചേക്കരുത് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, റെഡി? നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായി സ്തുതിക്കുന്നു ഈശോയെ. ആരാധന, 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 ആരാധന. കർത്താവെ, നല്ല പ്രഭാതത്തിൽ അവിടുന്ന് വചനം തന്നു, അവിടുന്ന് സംസാരിച്ചത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിന് അനുദിന ജീവിത സംഭവങ്ങളോട് സംസാരിക്കുന്ന കർത്താവ് വലിയവനാണ്, വാഴ്ത്തപ്പെട്ടവനാണ്, മഹത്വമുള്ളവനാണ്. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങൾ ധരിച്ച ഞങ്ങൾ അഭിമാനിക്കുന്ന കർത്താവേ. ഓ കർത്താവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കും. വലിയ കൂട്ടമിൽ ആനന്ദത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥനകൾ ഇന്നിനെ പോട്ടെ, സാരമില്ല എന്നൊക്കെ വെച്ച് പലതും ഒഴിവാക്കിയ നാളുകളോർത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവ്. എന്ത് വില കൊടുത്തും പ്രാർത്ഥന നിലനിർത്താൻ പ്രത്യേക അഭിഷേകം ഈശോയുടെ നാമത്തിൽ നിറയട്ടെ കർത്താവ്. ആളുകളോട് അനുകമ്പ തന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടട്ടെ എന്ന് പറയാം. എല്ലാ പൈശാചിത്യങ്ങളെ ബന്ധിക്കും, എല്ലാ തടസ്സങ്ങളെ ബന്ധിക്കും, എല്ലാ ദുർദർശങ്ങളെ ബന്ധിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, എല്ലാ ശുശ്രൂഷകരും ശക്തിപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടാര്യങ്ങളും, പൈശാചിക പടങ്ങളും, ശല്യങ്ങളെ, ബാധകളെയും, ഭൂതങ്ങളുടെ തടസ്സങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാഗ്നിയിൽ പൊട്ടുന്നു, ബന്ധിക്കുന്നു. ശക്തമായ ദൈവകൃപ നിറയട്ടെ. പക്ഷെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.